ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിതാ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് പെരുന്നാളൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കണമെന്ന് കരുതി പിന്നെ കരുതി ലാസ്റ്റത്തെ നോമ്പല്ലേ, നമുക്ക് എന്തൊക്കെയാണ് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിലേക്ക് വൈകുന്നേരം ഏകദേശം ഒരു 4:30 ആയപ്പോഴാണ് കിച്ചണിലേക്ക് വന്നത്. ആ ടൈമിലൂടെ മക്കളൊക്കെ കുളിക്കാനും ഒക്കെ ഉള്ള ഒരുക്കമുണ്ട്. ഇന്ന് തേച്ചൊരിച്ച് കുളിക്കാറുള്ള പരിപാടിയാണ്. കാരണം നാളെ പെരുന്നാളൊക്കെ അല്ലേ. അപ്പോൾ നീനും മുഖത്തെ ടാനും കാര്യങ്ങളൊക്കെ പോകാനും പിന്നെ നല്ലതായിട്ട് ചളിയൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട് ഇതാ കാപ്പിപ്പൊടി മുട്ട എന്തൊക്കെയോ ചെറുത് കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അതൊക്കെ തേച്ച് ഈ ഒരു മുഖത്തെന്തോ എന്ത് പേപ്പറാണ് ഈ നമ്മൾ കൈയൊക്കെ തുറക്കുന്ന ആ പേപ്പറില്ല, അതൊക്കെ തേച്ച് ഒട്ടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എൻ്റെ അനിയത്തി തുത്ത് പറഞ്ഞു കൊടുത്ത എന്തൊക്കെയോ ടിപ്സുകളാണ് കേട്ടോ അതൊക്കെ മുഖത്ത് ചെയ്യണത്. ഞാൻ ഇതുവരെ ഇത് നോക്കിയിട്ടില്ല അത്, പക്ഷേ നല്ല റിസൾട്ടാണ് സംഭവം. മക്കളൊക്കെ അത് തേച്ച് മുഖമൊക്കെ കഴുകി വരുമ്പോൾ മുഖത്ത് ടാന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വെയിലൊക്കെ കൊണ്ടുവരുമ്പോൾ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സംഭവമാണ്. അപ്പം അതൊക്കെ ചെയ്യുന്നുണ്ട് അവൾ കഴിഞ്ഞ് നീനുട്ടിൻ്റെ കഴിഞ്ഞിട്ട് വേണം ഇതുമൂന്ന് കുളിക്കാൻ. അപ്പം മെയിലാഞ്ചി ഇടാൻ പോയി മെയിലാഞ്ചി ഇട്ട് വന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതും മെയിലാഞ്ചി ഇട്ടതൊക്കെ. അടുത്തുള്ള വീട്ടിൽ പോയിട്ട് അവിടുത്തെ കുട്ടീനെ കൊണ്ട് 1 മണിക്കൂർ ഇടിപ്പിച്ചതാട്ടോ മെയിലാഞ്ചി. പക്ഷേ അത്ര സമയം അവൾ കൈമേൽ ഇട്ടിട്ടില്ല, അപ്പോഴേക്കും ഊരി കളഞ്ഞ് മെയിലാഞ്ചി മര്യാദയ്ക്ക് ചോന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഞാനിതാ ഇന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം എന്താ വെച്ചാൽ ലാസ്റ്റത്തെ നോമ്പല്ലേ, ഇന്ന് നമുക്ക് നൈസ് പത്തിരി ആക്കാമെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കമൻറ്റ്. അപ്പോൾ എന്തായാലും ആയിക്കോട്ടെ അന്ന് പത്തിരി ആക്കാമെന്ന് കരുതി. പിന്നെ ബീഫാണ് കേട്ടോ, അന്ന് ചിക്കൻ എന്നല്ല അന്ന് ബീഫാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നാളൊക്കെ കൂടുതലുള്ള ബീഫ് നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് അതിൽ നിന്ന് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലുണ്ട്, അതൊന്നും ചെയ്തിട്ടില്ല. ചിക്കനും ബീഫൊക്കെ ഫ്രിഡ്ജിലുണ്ട്, ഞാനതൊന്ന് കഴുകി ഒന്ന് റെഡിയാക്കിയിട്ടൊന്നുമില്ല. ഏതായാലും ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് കരുതിയിട്ടോ. അപ്പോൾ വേഗം ഉള്ളിയൊക്കെ വാട്ടി അങ്ങനെ എന്താ പറയുക നല്ല അടിപൊളി ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നല്ല കുറച്ച് കറിയായിട്ടാണ് നമ്മൾ ബീഫ് ഉണ്ടാക്കുന്നത്. അതവിടെ അടുപ്പത്ത് വെച്ചിട്ട് വേണം പൊടി വാട്ടാനും പരത്താനൊക്കെ ആയിട്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല എന്താണ് ഉണ്ടാക്കിയതെന്നൊക്കെ. ജസ്റ്റ് നമ്മൾ അവസാനത്തെ നോമ്പ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത വർഷമൊക്കെയല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എടുക്കാമെന്ന് കരുതിയതാണ് കേട്ടോ. അപ്പം എന്താ പറയുക, മക്കളൊക്കെ പെരുന്നാളിൻ്റെ ഒരു ത്രില്ലിലാണ്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസം നമ്മൾ നോമ്പൊക്കെ എടുത്ത് പിന്നെ ആ ഒരു നോമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ പെരുന്നാൾ വരുമ്പോൾ അതൊരു പ്രത്യേക ഒരു സംഭവം തന്നെയാണ്. മക്കൾക്ക് തന്നെയാണ് കാര്യമായിട്ട് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ, അതിൻ്റെ ഒരു രസവും ഹരമൊക്കെ. കാരണം നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു. ഉമ്മാരെ അടുക്കളയിൽ കടന്ന് കുത്തി മറിയും. പക്ഷേ നമ്മളിങ്ങനെ അവിടെ മൈലാഞ്ചി ഇടാൻ പോയി, അതുപോലെ കുളിക്കാനുള്ള പിന്നെ പെരുന്നാൾ ഡ്രസ്സ് വളയും മാലയും വാങ്ങാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമുക്ക് ആ ഒരു കുട്ടിക്കാലത്ത് ഉണ്ടാവുക. ഈ ഒരു എന്താ പറയുക, പെരുന്നാളിൻ്റെ തലേ ദിവസം നമുക്കൊരു അങ്ങാടിയിലേക്ക് ഒരു പോക്കുണ്ട്. ഞാൻ പറഞ്ഞില്ല എൻ്റെ കുട്ടിക്കാലം മുഴുവൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മ വരിക അതാണ് കേട്ടോ. അപ്പം എൻ്റെ അമ്മമാരാണ് എല്ലാവരും അവിടെ ഉണ്ടാവും, ഉമ്മാൻ്റെ ആങ്ങളാരുണ്ട്, അവരൊക്കെ കൂടെ ഒന്നായിട്ട് അങ്ങാടിയിലേക്ക് പോയി വളയും മാലയൊക്കെ വാങ്ങുക, അതൊക്കെയാണ് എൻ്റെ പെരുന്നാൾ തല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല, നമുക്ക് അടുക്കളയിൽ കിടന്നിങ്ങനെ എന്താ പറയുക നാളത്തെ ഫുഡ് എന്താ ഇതൊക്കെ ചിന്തിക്കാനാണ് നമുക്ക് ഇപ്പോൾ അല്ലേ. ഏതായാലും ഞാനിന്ന് എന്താ പറയുക പത്തിരിയൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ഇഡ്ഡലി മാവ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാനതിൽ നിന്ന് ഇഡ്ഡലി മാവ് ദോശയാക്കി ചൂടാവും. നമ്മുടെ പത്തിരി ചുട്ടിരുന്ന ആ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ നമ്മുടെ തട്ടുദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെയാണ് ചുട്ടെടുത്തത്. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ മാവ്, എന്നാലും ഇനിയിപ്പോൾ അത് അവിടെ ഇങ്ങനെ വെക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ അതും ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ പാലൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ടൈം നല്ല വൈകി. കാരണം ഇന്ന് നമ്മൾ ആകെ ക്ലീൻ ചെയ്യലും ബെഡ്ഷീറ്റ് മാറ്റലും പെരുന്നാളൊക്കെ ആകുമ്പോഴുള്ള പെരുന്നാളിനെ വരവേൽക്കുന്ന ഒരു ദിവസമായിരുന്നല്ലോ. ഒക്കെ മൊത്തത്തിൽ തട്ടിക്കൊട്ട പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റായി, പിന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ആയി കുറച്ചേരം കിടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് വരാൻ നല്ല ടൈം എടുത്തു കേട്ടോ. അപ്പം വേഗം പരിപാടിയാണ്. അപ്പം ഇന്ന് നമ്മൾ എന്ത് ചെയ്തു, പാലൊക്കെ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഇത് തന്നെ പത്തിരിയും ബീഫ് കറിയും പിന്നെ ദോശയും പോരെ പൂരം. പിന്നെ നമുക്ക് നമ്മുടെ സ്ഥിരം പരിപാടി വത്തക്ക ഇല്ലാതെ നോമ്പ് തുറന്ന് ഇപ്പോൾ ചിന്തിക്കാനേ വയ്യ കേട്ടോ. അതുകൊണ്ട് കഴിച്ച ഒരു ദാഹവും വിശപ്പും ഒക്കെ മാറണ പോലെ. അങ്ങനെ ഞാൻ തട്ടുദോശ ഓരോന്നോരോന്നായി ചുട്ടെടുത്ത് നമ്മുടെ പത്തിരി
പത്തിരിയും സെറ്റായിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാം ടേബിൾ മേൽ കൊണ്ട് വെക്കുക. നോമ്പ് തുറക്കൊക്കെയാണ് പതിവ് പോലെ തന്നെ. എൻ്റെ ഹസ്ബൻഡ് പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നും കൂടിയല്ലേ ഉള്ളൂ പള്ളിയിൽ പോയി അന്നെ നോമ്പറക്കട്ടെ എന്ന് പറഞ്ഞ് മൂപ്പര് പോയിട്ടുണ്ട്. ഞങ്ങളിതെല്ലാവരും അടിപൊളി ദോശ നല്ല രസമുണ്ടായിരുന്നു. ഇഡ്ഡലീൻ്റെ മാവാണെങ്കിലും ചുട്ടെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ നെയ്യൊക്കെ ഒഴിച്ച് മുകളിലൊക്കെ ഒഴിച്ചിട്ട് അടിപൊളിയാക്കി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബീഫ് കറിയൊക്കെ കൂട്ടി അതാണ് എന്താ പറയുക പത്തിരിയും ദോശയൊക്കെ കഴിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇന്നും നാളെയൊക്കെ നമ്മൾ ഇഷ്ടത്തിൽ തന്നെ ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനാണ്. പെരുന്നാളൊക്കെ ആയിട്ട് ഞാൻ ഒന്നും സ്ട്രിക്റ്റോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ 1 കിലോനൊക്കെ 1-2 കിലോ കൂടിയാലും നമുക്കത് പെട്ടെന്ന് കുറച്ചെടുക്കുക എന്നുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പെരുന്നാളിൻ്റെ ദിവസം ഒന്നും നമ്മുടെ ഡയറ്റ് നോക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഒന്ന് കൂടുതൽ അടിപൊളിയായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് കൂടുതൽ കഴിച്ചിട്ടുള്ളത് വത്തക്ക തന്നെയാണ്. എനിക്ക് ഭയങ്കര ദാഹം ഉണ്ടായത്. നമ്മൾ ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ദാഹമായിരുന്നു നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വത്തക്ക കഴിക്കാൻ നല്ല മധുരമുള്ള വത്തക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് അതാണ് കൂടുതൽ കഴിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ദോശയും കുറച്ച് എന്താ പറയുക ബീഫ് കറിയും കൂട്ടിയിട്ടാണ്. പിന്നെ ബാക്കി ഞങ്ങളൊക്കെ നോമ്പ് തുറന്ന് സെറ്റ് കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് വന്നു, മൂപ്പർക്ക് ഫുഡൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് നീനുട്ടിനെ ഇതാ അവിടെ പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ കിച്ചണൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി പെരുന്നാൾ ഉറച്ചാലുള്ള പരിപാടി എന്താ, നമുക്ക് ഈ ഒരു അരി വാരുക അല്ലേ, നമ്മുടെ ഫിത്രരി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലേക്ക് പിന്നെ അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ 4 പേരാണ്, 4 പേർക്ക് വേണ്ടിയിട്ടുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. മോളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ 4 ആൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്കുള്ള ഇതിവിടെ അടുത്ത് തന്നെ ഒരുപാട് വീടുകൾ അടുത്തടുത്തടുത്ത് വീടുകൾ ഉള്ളതുകൊണ്ട് അത് പിന്നെ അങ്ങനെ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഓരോ കിലോ വെച്ചിട്ട് ഓരോ വീട്ടിലേക്ക് അങ്ങനെ കൊടുത്തയച്ചു കേട്ടോ. വേഗം തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ പരിപാടി കഴിഞ്ഞു. ഇതുമൂന്ന് പിന്നെ പറയണ്ടല്ലോ, അതൊരു ത്രില്ലാണ് കേട്ടോ. അവൾ ആരെയും കൊണ്ട് എങ്ങോട്ട് അതെവിടുക്കുക കൊടുക്കേണ്ടത് ഇതെവിടുക്കുക കൊടുക്കേണ്ടത് അങ്ങനെ പോലെ ഒക്കെ അവളെന്നെ ഒറ്റയ്ക്ക് ഓടിപ്പാഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് അവളുടെ ഒരു സംഭവങ്ങൾ കേട്ടോ. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, നീനുട്ടി പിന്നെ ഒരു പ്രായമൊക്കെ കഴിഞ്ഞാൽ ഇവൾ തന്നെ മതി എല്ലാം. ആരും ആവശ്യമില്ല, ഓൾ തന്നെ മതി എല്ലാത്തിനും കേട്ടോ. ഇതുമ്പോൾ അവൾ വേഗം പാക്കൊക്കെ ചെയ്ത് ഓരോന്ന് അവൾ കൊണ്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് സത്യം പറഞ്ഞാൽ അവൾ മുറ്റത്തു നിന്ന് ഇങ്ങോട്ട് അകത്തേക്ക് കയറിയിട്ടില്ല കേട്ടോ. ഇന്ന് ഫുള്ള് റോട്ടിലൂടെ അങ്ങനെ നടക്കുകയായിരുന്നു. എന്താ വെച്ചാൽ കുട്ടികൾ ആകെ മൊത്തം മുറ്റത്ത് തന്നെ ആയിരുന്നു കേട്ടോ. റോട്ടിൽ തന്നെയായിരുന്നു എല്ലാ കുട്ടികളും കളിച്ച് നടക്കുന്നതിന്. ഞാനും പിന്നെ പിടിച്ച് വെക്കാനും നിന്നില്ല. ഒരു 8-8:30 വരെ അവളും അങ്ങനെ മുറ്റത്തൂടെ നടന്ന് പിന്നെ എന്താ പറയുക മുട്ടായി വാങ്ങാൻ പോവുക, അത് വാങ്ങാൻ പോവുക, ഇത് വാങ്ങാൻ ഇങ്ങനെ എന്താ പറയുക തുള്ളിച്ചാടി നടക്കുന്നതാണ്. കാരണം അവർക്ക് തന്നെയല്ലേ അല്ലേ, മക്കൾക്ക് തന്നെയാണല്ലോ പെരുന്നാളിൻ്റെ രസവും കാര്യങ്ങളൊക്കെ. അവളുടെ ഓരോ കവറുകൾ ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കവർ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അവിടെ തന്നെ കൊടുത്ത് പോരിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് ഭയങ്കര പടക്കം പൊട്ടിക്കലും പുത്തിരി കത്തിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആകെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ. ഇടയ്ക്കിടയ്ക്ക് കറണ്ടും പോകുന്നുണ്ട് കേട്ടോ. എന്താണ് ആ കറണ്ട് പോകണമെന്ന് എനിക്കറിയില്ല. കറണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പോകുന്നുണ്ട്. നമ്മൾ ഈ തിരക്കിടിച്ച പണീൻ്റെ ഇടയിൽ കൂടെ കറണ്ടും കൂടി പോയാലുള്ള പറയണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഇന്ന് രാത്രിയാണ് ഞാൻ ഒരുവിധം നമുക്ക് രാവിലെ ഉണ്ടാക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ രാത്രി തന്നെ ഒരുക്കി വെച്ചാൽ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നീനുട്ടി ഇതവിടെ നഖത്തുമ്മലൊക്കെ മൈലാഞ്ചി ഇടണം. അവളിങ്ങനെ കൈമേൽ ഇടുന്നില്ല, ഉള്ളിലൊന്നും ചെയ്യണമൊന്നുമില്ല. കാലിൻ്റെ കൈൻ്റെ നഖത്തുമ്മൽ മാത്രമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതാ പുറത്തിങ്ങനെ നല്ല മക്കളിങ്ങനെ കളിക്കുന്ന സൗണ്ടൊക്കെ ഇപ്പോൾ അടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതും അത് കേൾക്കുമ്പോൾ ഓടിപ്പോവും, പിന്നെ ഇങ്ങോട്ട് തന്നെ വരും, പിന്നെ അങ്ങോട്ട് തന്നെ പോകും. ഇങ്ങനെ കളിക്കണം കേട്ടോ. അവൾ പോണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. പിന്നെ പോയിട്ട് കുറേ മുട്ടായി കണ്ടോ അതും ഇതും എന്തൊക്കെയോ വാങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഇതൊക്കെ കഴിക്കും. കുറേയൊക്കെ ദിവസമായി 1 മാസത്തിന് മീതെയായി ലേസ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കണ്ടപ്പോൾ ഭയങ്കര കൊതിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിന് ലേസ് എടുത്തിട്ട് ഇത് കഴിച്ചിട്ട് എനിക്ക് എന്താ പറയുക കൂടുതൽ ടേസ്റ്റൊക്കെ ഉള്ള പോലെ തോന്നി. കാരണം നമ്മൾ സ്ഥിരം മുട്ട പഴം അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമല്ല കഴിക്കുക. ഇതൊക്കെ ബേക്കറി ഐറ്റംസ് സ്നാക്ക് അങ്ങനത്തെ സംഭവമൊക്കെ കഴിച്ചിട്ട് 1 മാസം ആവാനേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ഇന്ന്. അപ്പം ഇതും കുറേ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറേ പൂത്തിരി സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ച് അത് കുറേ അങ്ങനെ നടന്നിട്ടോ. അവൾക്ക് പൂത്തിരി കത്തിക്കാൻ പേടിയിട്ടോ, കയ്യിൽ പിടിച്ചിട്ട് കത്തിക്കാൻ പേടി. ഞാൻ കത്തിച്ച് കൊടുത്താൽ അത് വാങ്ങണില്ല, കുഞ്ഞു പൂത്തിരിയാണ്. അപ്പോൾ കയ്യിൽ വാങ്ങുമ്പോൾ അവളെ കയ്യുമൊക്കെ ആവും എന്നുള്ള പേടിയുണ്ട്. അപ്പം ഒറ്റയ്ക്ക് കത്തിക്കാൻ അവൾക്ക് പേടി കേട്ടോ. ഏതായാലും എന്താ പറയുക ഈ മെഴുകുതിരിയിൽ ആദ്യം തീ കത്തിച്ചതിന് ശേഷം പൂത്തിരി കത്തിച്ചാൽ മതി, എന്നാൽ പിന്നെ നല്ല രീതിയിൽ എനിക്ക് കത്തിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കിടന്ന് കത്തിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ലേസ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അതും കൊണ്ട് ഇങ്ങനെ അകത്തേക്ക് പോകുന്നു. ഞാനത് പക്ഷേ ഇന്നെ ഇത് കഴിക്കാൻ സമ്മതിക്കണില്ല കേട്ടോ. ഇതും അവളവിടെ നിന്ന് ഇങ്ങോട്ട് പോയി നിങ്ങൾക്ക് എൻ്റെ ഇപ്പോൾ
പൂത്തിരി കത്തിക്കാൻ വാ അമ്മച്ചി, പൂത്തിരി കത്തിക്കാൻ വാ അമ്മച്ചി പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം, അത് അവിടെ കിടന്ന് നല്ല വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഏതായാലും പോയി നോക്കിയപ്പോൾ ഇവിടെ നീനുട്ടിതാ ലേസ് കഴിക്കാൻ കേട്ടോ. അവളും ലേസ് കിട്ടിയ സന്തോഷത്തിലാണ് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം മെയിലാഞ്ചി ഇട്ട് പിന്നെ എന്താ പറയുക ലേസ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കൈമിലൊക്കെ മെയിലാഞ്ചിയാണ് കേട്ടോ അവളുടെ. അങ്ങനെ അവൾ പൂത്തിരി അവസാനം പൂത്തിരി കത്തിച്ച് അതിൻ്റെ സന്തോഷമാണ് ഇതാ അവൾ കാണിക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരാം. അത് അവിടെ ഇങ്ങനെ കളിച്ച് നടന്നിട്ട് കാര്യമില്ല. നമുക്ക് രാവിലെ നമ്മുടെ പണികളൊക്കെ എളുപ്പമാവണമെന്നുണ്ടെങ്കിൽ രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. ഇത് എല്ലാ പെരുന്നാൾക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. ഇതിപ്പോൾ വീഡിയോ എന്താ പറയുക നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് കാണിക്കാണ്. എല്ലാം എനിക്ക് എല്ലാം തലേന്ന് തന്നെ ചെയ്ത് വെച്ചാൽ ഒരു സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ എൻ്റെ പണികളൊക്കെ തീരാണ് കേട്ടോ. അതിനുശേഷം ഈ പുതിയ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് ഡ്രസ്സുകളൊക്കെ ഇട്ട് മക്കളിങ്ങനെ റോട്ടിലൂടെ നടക്കണം നോക്കി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. അപ്പോൾ അതാ നമ്മൾ ഇന്ന് ബീഫും ചിക്കനൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ റെഡിയാക്കുന്ന ഇടയ്ക്ക് പുറത്തുനിന്ന് വീണ്ടും സൗണ്ട് കേട്ടപ്പോൾ ഓടി വന്നത്. അത് അപ്പോൾ അവിടെ മുറ്റത്തുനിന്ന് കണ്ടോ മക്കളൊക്കെ കൂടി പടക്കം പൊട്ടിച്ച് കളിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ വീണ്ടും കിച്ചണിലേക്ക് തന്നെ പോകുന്ന വെയ്ക്കുക. അപ്പോൾ വീണ്ടും കറണ്ട് പോയി. ഇവിടെ മൈലാഞ്ചി തകൃതിയായിട്ട് മൈലാഞ്ചി ഇടുന്നുണ്ട് കണ്ടോ. കറണ്ട് പോയി. പിന്നെ കറണ്ടൊക്കെ വന്നതിന് ശേഷം അപ്പോഴേക്കും ഞാൻ എന്താ പറയുക ബീഫ് കട്ട് ചെയ്ത് എല്ലാ മസാലകളൊക്കെ ഇട്ട് ചെറിയുള്ളിയൊക്കെ ഞാൻ തൊലിച്ച് വെച്ചത് നേരത്തെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ബീഫിലേക്ക് ഞാൻ അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അല്ലാതെ ചതച്ചൊന്നും ഇട്ടിട്ടില്ല. പിന്നെ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി മസാലപ്പൊടികളൊക്കെ തേച്ചിട്ട് അതൊക്കെ നല്ല പരട്ടി വെച്ചിട്ട് ഞാനൊരു അരമണിക്കൂറോളം കുക്കറിൽ അങ്ങനെ വെച്ചതിന് ശേഷമാണ് ഞാൻ അടുപ്പത്ത് വെക്കുന്നത്. പിന്നെ ചിക്കൻ ഇതാ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നാളെ നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കനാണ് കുഞ്ഞായിട്ട് അരിഞ്ഞാണ് അത് കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് തേച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ മറ്റേ ചിക്കൻ അറിയുന്നത് കുറച്ച് കറി ഉണ്ടാക്കാനും വേണ്ടി അങ്ങനെ എല്ലാം എന്താ പറയുക നാല് വിധത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ച് നേരം അവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേവിക്കാം. മസാലയൊക്കെ ഇങ്ങോട്ട് പിന്നെ ബീഫിലങ്ങോട്ട് പിടിച്ച് റെഡി ആവട്ടെ എന്ന് കരുതി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി രാവിലെ എഴുന്നേറ്റ് വന്ന് വേഗം അങ്ങോട്ട് റെഡി ആക്കാമല്ലോ. അപ്പം പെരുന്നാളിൻ്റെ അന്ന് ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ കിടന്ന് പെറ്റി കിടക്കാറാണ് എനിക്ക് തന്നെയല്ല കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കാറില്ല. അതായത് ഞങ്ങൾ അടുത്തുള്ളവർക്ക് രാവിലെ പുട്ടോ അല്ലെങ്കിൽ ദോശ അങ്ങനെയൊക്കെ പിന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും ഉണ്ടാക്കില്ല. ഞാൻ നേരെ ബിരിയാണി ആണെങ്കിൽ ബിരിയാണി എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ. കാരണം നമ്മൾ ഒരു നേരമാണ് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുക. പിന്നെ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകലും പിന്നെ വീട്ടിലേക്കൊന്ന് പോകണം. പിന്നെ ഹസ്ബൻഡിൻ്റെ പിന്നെ എന്താ പറയുക ഏട്ടന്മാരുടെ വീട്ടിലേക്കും അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോട്ടൊന്ന് കയറി ഇറങ്ങി പോരണം. അപ്പോൾ അവിടുന്ന് പായസം കുടിക്കും, അവിടുന്ന് അത് കഴിക്കും ഇത് കഴിക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് വല്ലാതെ ഫുഡിനൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പം കഴിക്കുന്ന ഫുഡ് എന്താ വെച്ചാൽ രാവിലെ അവർ കഴിക്കുന്നതാണ് നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കുക. അപ്പോൾ ഞാൻ കരുതും അത് നല്ല നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അതങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതും. അങ്ങനെ ബിരിയാണിയൊക്കെ ആണെങ്കിലും മക്കൾ ആ രാവിലെ കഴിക്കുന്നത് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയി ഫ്രണ്ട്സുകളുടെ വീട്ടിലേക്ക് പോകും. നീനും ആയാലും ഇതുമ്പോൾ ആയാലൊക്കെ അവിടുന്ന് പായസവും അതും ഇതൊക്കെ കഴിച്ച് വരുമ്പോൾ പിന്നെ ആർക്കും ഒന്നിനും ആവശ്യം ഉണ്ടാവില്ല. ഒറ്റ നേരമുള്ള കഴിപ്പേ ഉണ്ടാവുള്ളൂ. അത് പിന്നെ ഇതന്നെ കഴിച്ചോട്ടെ, നല്ല അടിപൊളി ഫുഡ് തന്നെ കഴിച്ചോട്ടെ എന്ന് കരുതി ഞാൻ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതന്നെ ഉണ്ടാക്കാറ്. ഒരു 7 മണി 8 മണിയാകുമ്പോൾ എൻ്റെ പരിപാടികളൊക്കെ തീരും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ബീൻസ്, പിന്നെ ക്യാപ്സിക്കം ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കാമെന്ന് കരുതി അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉമ്മാക്കും അവിടെ തകൃതിയായിട്ട് മഞ്ചേരിയിൽ പണികളായിരിക്കും. ഞങ്ങൾ വരുമ്പോഴേക്കും ഉമ്മാക്കും ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വരുന്നത് എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ തുത്തൂനാണെങ്കിൽ അവിടെ ഒരുപാട് ഗസ്റ്റല്ല, അവരുടെ എല്ലാവരും വന്നിട്ടുണ്ട്. അവരെ എന്താ പറയുക പെരുന്നാൾ ആഘോഷിക്കാൻ അവർ എല്ലാ തവണ അങ്ങനെ കേട്ടോ. തുത്തൂൻ്റെ പിന്നെ ഹസ്ബൻഡിൻ്റെ ഏട്ടനും അനിയനും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാവരും കൂടിയിട്ടാണ് അങ്ങനെ എല്ലാവരും കൂടിയുണ്ട് പെരുന്നാൾ ആഘോഷിക്കാറാണ്. ഇവിടെ ഉള്ളെന്നൊക്കെ എല്ലാവരും വരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ മരിച്ചു പോയതിന് ശേഷമാണ് പിന്നെ ആരും വരാതായത്. എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ പേരൻസൊക്കെ ഉമ്മാരും ഉപ്പാരൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാവരും വരുള്ളൂ. അപ്പോൾ തുത്തൂന് അവിടെ മമ്മി ഉള്ളതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും ഒത്തുകൂടി അങ്ങനെ അടിപൊളിയായിട്ട് എന്താ പറയുക പെരുന്നാളൊക്കെ ആഘോഷം. അപ്പോൾ അവൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ട് എപ്പോഴാണ് ഇനി മഞ്ചേരിയിലേക്ക് വരിക എങ്ങനെയൊന്നും അറിയില്ല. വരുമായിരിക്കും. ഞാൻ എന്തായാലും ജസ്റ്റ് പോയി കുറച്ച് നേരം നിന്ന് പോരെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. മോള് വരുമായിരിക്കും, മോളും ഇങ്ങോട്ട് വരുമായിരിക്കും. അപ്പോൾ അപ്പോഴേക്കും പോയി മഞ്ചേരി പോയി വരണം എന്നൊക്കെയാണ് പ്ലാന്.
അങ്ങനെ ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തത് ഞാൻ എന്താ പറയുക ഈ പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു പാത്രത്തിൽ തന്നെ രണ്ടെണ്ണം വെച്ചിട്ട് അനക്കാതെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അത് അങ്ങോട്ട് ഇങ്ങോട്ട് മിക്സ് ആവണ്ടെന്ന് കരുതിയിട്ട് അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പം എന്താ പറയുക, പിന്നെ പായസത്തിന് അടയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അടപ്പായസം, പാലും, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് റെഡി ആക്കണം. പിന്നെ അതിന് ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു ബാത്റൂമുകളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയിട്ടോ. എന്നാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള റൈസ്, പായസം ഉണ്ടാക്കാനുള്ള അട, അണ്ടിപ്പരിപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ കാണുന്ന രീതിയിൽ നമ്മൾ കിച്ചണിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഞാനൊരു 4:30-5 മണിക്ക് ആ സമയത്ത് എഴുന്നേൽക്കണമെന്ന പ്ലാന്. അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് ഇതെവിടെയെന്ന് തിരഞ്ഞ് നോക്കണ്ടല്ലോ, ഒക്കെ ഇവിടെ കൊണ്ടുവച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കിടന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ കേട്ടോ. അപ്പോൾ കുക്കർ കൂക്കാനായിട്ട് ഇങ്ങനെ റെഡി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷേ കൂക്കുന്നില്ല, എന്താ അറിയില്ല. അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ കുക്കറുമ്പോൾ നോക്കി കൂക്കാഞ്ഞിട്ട് അവസാനം ഞാൻ തന്നെ പോയി ഒരടി അങ്ങോട്ട് കൊടുത്തപ്പോൾ കുക്കർ കൂക്കിയിട്ട് കുറേ നേരം ഞാൻ കൂക്കേക്കും ഇത് ഫോണും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അവസാനം ഞാൻ വന്നിട്ട് ഒരടി കൊടുത്തു. അപ്പോൾ അങ്ങനെ കുക്കർ കൂക്കിയിട്ട് അങ്ങനെ അതവിടെ വെച്ച് ഞാൻ കുളിക്കാൻ പോയി. ബാത്റൂമും കാര്യങ്ങളൊക്കെ കുളിമുറി ഒക്കെ കഴുകി. ഇനി രാവിലെ ഒരു പരിപാടിയില്ല. പിന്നെ നമ്മുടെ തട്ടിക്കൊട്ടിലും പരിപാടികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി രാവിലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇന്നെല്ലാം റെഡിയാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ നീനുട്ടി എൻ്റെ നഖത്തുമ്മൽ മൈലാഞ്ചി ഇട്ടെന്ന്. ഇപ്പോൾ സമയം നോക്ക് 12:15 കുളിയൊക്കെ കഴിഞ്ഞ്, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും കിടക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാത്രിയിലെ കലാപരിപാടികൾ. അപ്പോൾ നിങ്ങളുടേത് എന്തൊക്കെയാണ്? നിങ്ങൾ ഇതേപോലെയൊക്കെയാണ് ഒക്കെ ഒരുക്കി വെച്ചിട്ട് കിടക്കലാണ് എന്താ അതൊക്കെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മൈലാഞ്ചി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ നീനോട് പറയണം, ഇവിടെയൊക്കെ ആയി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ നീനോട് ചീത്ത പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം, പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.